കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പോയിട്ട് വരാം മുത്തശ്ശി. പോയിട്ട് വാ മക്കളെ. എന്തെങ്കിലും ഭിക്ഷ തരൂ. നീ നിന്റെ കയ്യിൽ നിന്ന് എന്ത് തന്നാലും അത് നല്ല മനസ്സോടെ മാത്രമേ ആയിരിക്കൂ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഭിക്ഷ യാചിക്കാൻ വന്നത്. അതുകൊണ്ട് നിന്റെ കൈകൊണ്ട് എനിക്ക് ഭിക്ഷ തരൂ. ഭിക്ഷ തരൂ. ഭിക്ഷയായിട്ട് ഞാൻ എന്താ തരേണ്ടേ? എന്താ ഉള്ളത് അത് തന്നാ മതി മോനെ. അതെ, എന്താ നോക്കി നിൽക്കുന്നേ? പെട്ടെന്ന് കൊടുക്ക്. ഇനി ഒരുപാട് വീട്ടിൽ പോവാനുള്ളതാ. ഒരു മിനിറ്റ്. അത് പിന്നെ ഈ ഫ്രൂട്ട്സ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. നീ എന്താവശ്യത്തിന് വേണ്ടിയാണോ ഈ ഭിക്ഷ എടുക്കുന്നത് അത് തീർച്ചയായിട്ടും നടക്കും ഭവാനി. ഭവതി, എനിക്ക് ഭിക്ഷ തരൂ. ഭവതി, എനിക്ക് ഭിക്ഷ തരൂ. ഭവതി, എനിക്ക് ഭിക്ഷ തരൂ. മോളെ, മോളുടെ അച്ഛൻ കൃഷ്ണനാഥ പണിക്കരെ എല്ലാവരുടെയും അഭിമാനമാ. ഞങ്ങൾക്ക് അദ്ദേഹം ദൈവത്തിന് തുല്യമാ മോളെ. അദ്ദേഹത്തിന്റെ മകൾക്ക് ഭിക്ഷ നൽകുന്നത് ഞങ്ങൾക്ക് നല്ല സന്തോഷമുള്ള കാര്യമാ. നീ ആഗ്രഹിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നിറവേറും മോളെ. എന്റെ കുടുംബത്തോട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്.
ഹരോഹര. ഭവതി എനിക്ക് ഭിക്ഷ തരൂ. 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 ഭവതി ഭിക്ഷ തരൂ. ഭവതി ഭിക്ഷ തരൂ. അയ്യോ, എന്റെ മോതിരം എവിടെ പോയി? അയ്യോ, എന്റെ മോതിരം കാണുന്നില്ല. അതെ, എന്റെ മോതിരം കാണുന്നില്ല. എന്ത് മോതിരം കാണാനില്ലെന്നോ? കുറച്ചു മുമ്പേ വരെ എന്റെ വിരലിൽ തന്നെ ഉണ്ടായിരുന്നു. ആ കൃഷ്ണനാഥ പണിക്കരുടെ മോള് വീട്ടിൽ വന്ന് ഭിക്ഷ ചോദിച്ചപ്പോ ഞാൻ അരി നേർച്ച കൊടുത്തു. ആ അരി കൊടുത്ത സമയത്ത് മോതിരം അതിന്റെ കൂടെ ചേർന്ന് പോയിന്നാ തോന്നുന്നേ. ആ മോതിരക്കാരും അവര് കണ്ടാൽ നമ്മുടെ കഥ തീർന്നു. നീ എന്താ കാണിച്ചു വെച്ചാൽ നിനക്ക് വല്ല ബോധമുണ്ടോ? ഞാൻ മനഃപൂർവ്വം ചെയ്താണോ അത്? എന്തിനാ എന്നെ വഴക്ക് പറയുന്നേ? അറിയാതെ വീണതാന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പോയി വാങ്ങിട്ട് വരാം. നിക്ക്, ബോധമുണ്ടോ നിനക്ക്? അത് കാശ് കൊടുത്ത് വാങ്ങിയതല്ല, മോഷ്ടിച്ചോണ്ട് വന്നതാ. ഇനി നീ എന്ന് ചോദിച്ചിട്ട് വേണം ആ മോതിരം കണ്ടിട്ട് നമ്മൾ അകത്താവാൻ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? അവര് നമ്മളെ സംശയിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഭവതി ഭിക്ഷ തരൂ. ഭവതി ഭിക്ഷ തരൂ. എപ്പോഴും വളരെ ചെറുതായിട്ട് കത്തുന്ന ദീപം ഇപ്പൊ എന്താ ഇങ്ങനെ ആളിപ്പടരുന്നത്? എന്തോ അപശകുനം ഉണ്ടല്ലോ. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഭവതി ഭിക്ഷ തരൂ. ഭിക്ഷ എടുക്കാൻ പോയ എന്റെ കൊച്ചുമോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയോ? ഭവതി ഭിക്ഷ തരൂ.
ഭവതി ഭിക്ഷ തരൂ, ഭവതി ഭിക്ഷ തരൂ, ഭവതി ഭിക്ഷ തരൂ, ഭവതി ഭിക്ഷ തരൂ. ഭവതി ഭിക്ഷ തരൂ, ഭവതി ഭിക്ഷ തരൂ. അവളെ വിടാനല്ലേ പറഞ്ഞേ? വിട്. ഭവാനി, ഭവാനി, ഭവാനി മോളെ, മോളെ ഭവാനി എന്ത് പറ്റി? ഭവാനി, 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 ഭവാനി എന്തു പറ്റി? മോളെ കണ്ണു തുറക്ക്. ഭവാനി, 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 ഭവാനി നോക്ക്. ഭവാനി, 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 ഇത് പിടിച്ചോ. ഭവാനി, 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 ഭവാനി കണ്ണുറക്ക്. ഭവാനി, ഭവാനി, ഭവാനി കണ്ണുറക്ക്. ഭവാനി, 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 ഭവാനി. ചേച്ചി, ആ സോഫയും കൂടി വൃത്തിലായിരിക്കുമ്പോ സോഫയിൽ കിടത്താൻ പാടില്ല. ഞാൻ പോയി പായ എടുത്തിട്ട് വരാം. അതെന്താ അങ്ങനെ? ചേച്ചി പെട്ടെന്ന്. തല അങ്ങോട്ട് വെച്ചോളൂ. ഭവാനി, 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 മോളെ ഭവാനി, എന്തു പറ്റി മോളെ നിനക്ക്? ഭവാനി, മോളെ ഭവാനി, നിനക്ക് എന്ത് പറ്റിയതാ മോളെ? ഭവാനി, ഭവാനി, അയ്യോ തലയിലൊക്കെ എന്താ മുറിവ്? എന്ത് പറ്റിയതാ?
എങ്ങനെയാ മുറിവുണ്ടായത്? ആരോ ഭവാനിയുടെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി മോഷ്ടിക്കാൻ നോക്കി. കഴിയാത്തത് കൊണ്ട് തള്ളിയിട്ടിട്ട് പോയി. പിടിയും വലിയുണ്ടായപ്പോ തല തന്നെ ഇടിച്ചു വച്ച. അയ്യോ മോളെ ഭവാനി. ആരാ അവൻ? അവനെ പിടിച്ചില്ലേ? പിടിച്ചു സർ, പക്ഷെ മുഖം കണ്ടില്ല. അതിനുമുമ്പ് എന്നെ തള്ളിയിട്ട് അവൻ ഓടി. ഭവാനിയെ ഈ അവസ്ഥയിലിട്ടിട്ട് അവന്റെ പിന്നാലെ ഓടാൻ എനിക്ക് തോന്നിയില്ല സർ. അതുകൊണ്ടാണ് അവൻ പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. ധരിച്ചിരിക്കുന്ന ആഭരണം എടുക്കാനാണെങ്കിൽ അതിൽ കാര്യമുണ്ടെന്ന് പറയാം. എന്നാ ആ വൃത്തികെട്ടവൻ ഈ സഞ്ചിക്ക് വേണ്ടി എന്റെ കുഞ്ഞിനെ എന്തിനാ ഉപദ്രവിച്ചേ? ഡോക്ടറിനെ ഫോൺ വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറ. ഞാൻ ഫോൺ ചെയ്തായിരുന്നു. ഇപ്പൊ വരും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സർ. ഭവാനി, അയ്യോ, ഇത്രയും പരിക്ക് പറ്റിയത് എങ്ങനെയാ? ഇത് ചെയ്തവന് എന്റെ കയ്യിൽ കിട്ടിയ ഉറപ്പായിട്ട് ഞാൻ അവന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയും. സർ, ഇവിടെ എന്തെങ്കിലും മരുന്നോ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്തെങ്കിലും ഉണ്ടോ സർ? എന്റെ മുറിയിൽ എവിടെ ഇരിപ്പുണ്ട്, പോയി എടുത്തിട്ട് വാ. ഇവിടുന്ന് പോകുമ്പോ വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെയും പോയതാ. പക്ഷെ മടങ്ങി വരുമ്പോ ഇങ്ങനൊരു അവസ്ഥ പ്രതീക്ഷിച്ചതേയില്ല. ഞങ്ങളെല്ലാരും ഉണ്ടായിരുന്നത് കൊണ്ട് അയാൾ തള്ളിയിട്ടിട്ട് ഓടിപ്പോയി. ഒരു പക്ഷെ ഞങ്ങളാരും ഇല്ലായിരുന്നെങ്കിലോ എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കാൻ വയ്യ. അമ്മയുടെ ഫോട്ടോ. അമ്മയുടെ ഫോട്ടോ എങ്ങനെയാ ഇവിടെ വന്നത്? അർജുൻ, കിട്ടിയില്ലേ? കിട്ടി സർ.